പരിചയമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഞാൻ ആദ്യം തന്നെ ശ്രീലത മാഡത്തിന് നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരു വേദി, ഇങ്ങനെ കുറേ ആളുകളും, ഇങ്ങനെ സ്നേഹനിധിയായ ആളുകൾ നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഹർഷാരവത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, ദൈവമേ ഏത് ജന്മം ചെയ്ത സുഹൃതമാണോ അതിന് ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനിവിടെ ട്രെയിനിങ് എടുക്കാനൊന്നും ആളല്ല. എന്നോട് സാറ് ചോദിച്ചു സ്ലൈഡ് എന്തെങ്കിലും ഉണ്ടോ സാറേ, ലാപ്ടോപ്പ് എടുത്തിട്ട് അത് കാണിക്കാനായിരിക്കാം. പക്ഷെ എനിക്ക് അതൊന്നും പറയാനൊന്നും അറിയില്ല. എൻ്റെ ജീവിതം ഞാൻ നിങ്ങളോട് പറയാം. സാധാരണ നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ എൻ്റെ പേര് വല്യേശൻ എന്നാണ്. ഞാൻ കൊയിലാണ്ടിയാണ്, ബീച്ചിലാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാത്ത ആൾക്കാർക്ക് മലയാളത്തിൽ പച്ചക്ക് പറയാം, ഞാനിവിടെ കടപ്പുറത്തുള്ളതാണ്. ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. സാധാരണ ഒരു മുക്കുവ സമുദായത്തിൽ ജനിച്ചു. ആ പാരമ്പര്യമായിട്ടൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തി. ഇത്തരം കോട്ടും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ അതിലൊന്നും ഞാനൊരു ഭാഗവത്തായ ആളൊന്നല്ല. ഇതൊക്കെ എന്തോ ഒരു ഉഡായിപ്പ് പരിപാടിയാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു പറയുന്നു, ഇന്നിട്ടിരിക്കുന്ന ഈ കോട്ട് വരെ ഇതൊക്കെ ഒരു പാശ്ചാത്യ സംസ്കാരമാണെന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നഖശിഖാന്തം എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവം നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു യാത്രയിൽ അവസാനം എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കോട്ടിന്റെ അകത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് തോന്നി, നമ്മൾ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ അല്ല, അതിനു മുമ്പ് മിഖായിൽ ഗോർബച്ചേവ്, അതാണ് പറഞ്ഞ എന്താ പേരെന്താ സാറിന്? ശശിധരൻ. പഠിച്ചാണോ? മിഖായിൽ ഗോർബച്ചേവ്. ഞാനൊരു രാഷ്ട്രീയം പറയുന്നതല്ല, ഞാൻ ആ ഒരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ സത്യം ശരി എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും അത് ജാതിയെന്നോ മതമെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നുമില്ല. ആര് പറഞ്ഞാലും അത് നെഞ്ചോട് സ്വീകരിക്കും. ആ സ്വീകരിച്ചതിന്റെ ഫലമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. മിഖായിൽ ഗോർബച്ചേവിനോട് പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും അത് കേട്ട് പരിചയമുണ്ടാകാൻ സാധ്യതയില്ല. 70 വർഷം കുലംകുത്തി വാണ കമ്മ്യൂണിസം എന്തുകൊണ്ടാണ് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചെറിയ സംഭവങ്ങൾ ആ ഒരു കമ്മ്യൂണിസത്തിന്റെ അകത്ത്, ആ ഭരണഘടനയുടെ അകത്ത് ഒന്ന് മാറ്റി, ഒന്നെടുത്തു, വേറൊന്ന് മാറ്റി സ്ഥാപിച്ചു. അതാണ് അതിന്റെ ഈ റഷ്യൻ ഭാഷയിൽ പറയുന്നത്. അതെടുത്ത സമയത്ത് ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും അസർബൈജാനും അങ്ങനെ വിവിധ ഭാഗങ്ങളായിക്കൊണ്ട് ആ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ശിഥിലമായി പോയി. അന്നേരം ഒരു പത്രക്കാരൻ ചോദിച്ചു, സാറേ 70 വർഷം കുലംകുത്തി വാണ കമ്മ്യൂണിസം ഈ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നതോടുകൂടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശിഥിലമാകുക കാരണം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നത്, സ്വന്തം ഷൂ അയച്ചു മുന്നോട്ട് നീക്കി വെച്ചിട്ട് ആ പത്രക്കാരൻ, പ്രിയ സുഹൃത്ത്, ഈ ഷൂവിൽ കയറി നിൽക്കുമ്പോൾ അറിയാം എവിടെയാണ് ചൊറിയുന്നത് എന്ന്, എവിടെയാണ് പ്രശ്നങ്ങൾ എന്ന്. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ കോട്ടിട്ട കാര്യത്തിലൂടെ ഉപമ പറഞ്ഞതാണ്. കാരണം ഈ ഒരു കോട്ട് ഇടുന്ന സമയത്ത് അറിയാം എന്റെ പവർ എന്താന്നുള്ളത്. അതാണ് നമ്മൾ ഈ കോട്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന പവർ. നമ്മൾ ഒന്നിനെ കുറിച്ചും മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ പുതിയ ആളുകൾ എത്ര പേരുണ്ട് എന്ന് കൈവന്നിക്കോ? ഓക്കെ, കുറെ ആളുണ്ടല്ലേ. അതുമല്ല, നമ്മളെ കാണുമ്പോൾ എന്നേക്കാളും നല്ല കഴിവുള്ള ആളുകളെ പോലെ കാണുന്നത് ആ പുതിയ ആളുകൾ. അപ്പൊ ഇവിടെ വന്ന സമയത്ത് ഇയാളെന്തല്ല പറയുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. കാരണം ഞാനൊരു അറിവില്ല പൈതല, മുത്തപ്പൻ ഭഗവാൻ പറഞ്ഞതുപോലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വലിയതൊന്നും കാണാതെ, പക്ഷെ ഞാൻ പറയുന്നതിന്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് എന്താ സാറേ ശശീന്ദ്രൻ സാറേ പറഞ്ഞത്, ഞാനിപ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ കോട്ടിന്റെ അകത്ത് കയറുന്ന സമയത്ത് ഞാൻ ഇതുപോലെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? അറിയാത്തതെല്ലാം ഇല്ലാത്തതാണ്. നമ്മൾ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ.
ഈ രാജ്യത്ത് നമ്മൾ ഇവിടെ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ അറിയാത്ത കാര്യം വേറൊരാള് നമ്മളെ മുഖത്ത് നോക്കി പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന അപ്പോട പൊട്ട, ഇത് വെറുതെ പറയുന്നത്, ഇതെങ്ങനെയാ? ഇപ്പൊ നേരത്തെ ഒരു സാർ ഇവിടെ പറഞ്ഞു 2,17,000 എങ്ങനെ കിട്ടാനാ, ഈ കമ്പനി അങ്ങ് കൂട്ടിപ്പോകുന്നു പറഞ്ഞു. നേരത്തെ ഒരു സാറ് പറഞ്ഞു, സാറിന്റെ പേര് എനിക്ക് കിട്ടുപോയി, നമ്മുടെ സുഹൃത്താ. അപ്പൊ എന്തെന്നായാലും ശരി, അറിയാത്ത ആ ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന 99% ആളുകളും. ഈ ബിസിനസ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ്. ആ 99ന്റെ അകത്ത് പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. അത് മാത്രമല്ല, എനിക്കിത് അറിയാത്തത് കൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പാണ്, ഉഡായിപ്പാണെന്നാണ് ഞാൻ കരുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. എനിക്കറിയാത്തതിന്റെ കാരണങ്ങൾ പലതുണ്ട്. കാരണം ഒന്ന്, നിങ്ങൾ എല്ലാവരും ഇവിടെ ആരെങ്കിലും മത്സ്യത്തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുമ്പോൾ ചില ആളുകൾ ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോയപ്പോ ഞാൻ ഒരാളെന്നോട് പറഞ്ഞു, സാറ് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഇകഴ്ത്തി പറയല്ല സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇല്ല എങ്കിൽ ഞാൻ പറയുന്നത് ഒരിക്കലും ഇകഴ്ത്തി പറയുന്നതല്ല. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, അല്ലാതെ ഇകഴ്ത്തി പറയുന്നതല്ല. കാരണം എന്റെ പൂർവികരാണ്, എന്റെ പൈതൃകമാണ്, അതിന്റെ അകത്താണ് എന്റെയും അമ്മയും എന്റെ സഹോദരന്മാരൊക്കെ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇകഴ്ത്തി പറയുന്നതല്ല, പുകഴ്ത്തി പറയുകയാണ്. അഭിമാനമാണ്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്, മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളാണെന്ന് പറയുന്ന അഭിമാനം വേണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണോ, ഈ ഒരു ബിസിനസിനെ കുറിച്ച് അറിയാത്ത ആളുകൾ എന്നുള്ള രീതിയിൽ ഞാനും ഇതിനെ താഴ്ത്തി ഇതൊരു തട്ടിപ്പാണ്, വെട്ടിപ്പാണെന്നൊക്കെ കരുതി എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു എന്റെ ജ്യേഷ്ഠന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഞാൻ ശീവാളെന്ന് പറയും അല്ലെ, ഇവിടെ ബീച്ചിൽ വരുന്ന ഈ കടലിന്റെ അടുത്ത് ഭിത്തി ഉണ്ടാവില്ല, കടൽ ഭിത്തി, അതിന്റെ മുകളിൽ ഞാൻ വൈകുന്നേരം സന്ധ്യാസമയാകുന്ന സമയത്തൊക്കെ വെറുതെ ഇങ്ങനെ കടലിന്റെ ആ ഒരു അഗാധ നീലിമ കണ്ട് രസിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു ചിസി വിളി കിട്ടും. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഈ പറഞ്ഞിട്ടുള്ള ഒരു ശശി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾ എന്നോട് എന്താ പറഞ്ഞ, ബൈക്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് കണ്ണുകൊണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ ബാക്കിൽ കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ ഇയാള് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ മൂപ്പര് എപ്പം പറയുമ്പോ ഈ ആർട്ട് ഓഫ് സുദർശന ക്രിയ അതും ഇതൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ആധ്യാത്മിക ക്ലാസ് ഞാൻ ഏത് മതത്തിൻ്റെതായാലും ആധ്യാത്മിക ക്ലാസ് എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്. അത് ഏത് മതമൊന്നുമില്ല, കാര്യമാണോ പറയുന്നത്. ആ കേൾക്കാനിരിക്കുന്ന സമയത്ത് അയാൾ കാര്യം പറയുന്ന പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കും. അയാൾ പറയുന്നത് കാര്യമല്ല എന്ന് തോന്നുന്ന നിമിഷം ഞാൻ എണീറ്റ് പോകും. അത് ഞാൻ പൊതുവെ എല്ലാ മതത്തിലും അതേയല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എന്തോ ഒരു ആധ്യാത്മിക ക്ലാസ് ആയിരിക്കും എന്ന് കരുതി ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വൈകുന്നേരം സമയമാണല്ലോ ഇങ്ങനെ കയറിയിരുന്ന ഇയാൾ പോകുന്ന സമയത്ത്, പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ തന്നെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഇവർ നമ്മൾ എന്തോ ചെയ്യാം. ഞാൻ കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റെപ്പ് കയറി മോള് താഴോട്ട് നോക്കുന്ന സമയത്ത് കുറെ നല്ല ചുറുചുറുക്കുള്ള ചെക്കന്മാർ നോക്ക്, നേരത്തെ സ്റ്റേറ്റ്മെന്റൊക്കെ വന്നിട്ട് നോക്കുക, സാറിനെ നോക്ക്, എന്താ സ്റ്റൈല്. ഇങ്ങനെയുള്ള ചുള്ളൻ ചെക്കന്മാര് വന്നിട്ട് കുറെ ചെക്കന്മാര് ചൂട്ട് കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ ഇയാള് ചോദിച്ചു, തല ഇങ്ങനെ ചരിച്ചു വെച്ചു, ഇപ്പം സാറിന്റെ ഗസ്റ്റ് ആണോ? ഓക്കെ. സാറിന്റെ അടുത്ത് ഏത് തരത്തിലാണ് ഇയാൾ ഇരിക്കുന്ന ശശീന്ദ്ര സാറേ നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇയാളെ ചരിക്കുക എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അല്ല സാറേ എന്താ, അല്ല സാറേ ഇതല്ല, അല്ല ശശി ഏട്ടാ ഇതെന്താ പരിപാടി, ഇതെന്താ സംഭവം? അപ്പൊ ഇയാൾക്ക് ഉറപ്പാ എന്തെങ്കിലും ഏടാ കൂടാ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഞാൻ എണീറ്റ് പോകുന്നത് ഉറപ്പാ. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നീ അത്യാവശ്യം വിവരമുള്ള ആളാണല്ലേ, നോക്കണേ ഇത് ഭയങ്കര ടെക്നിക്കാണ്, നീ അത്യാവശ്യം വിവരമുള്ള ആളാണല്ലേ, നീ ഇതൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് ഞാൻ ഈ സംഭവം നല്ലതെന്ന് തോന്നി ഞാനിത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നീ ഒന്ന് കേട്ടിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണേ. അത് കേട്ടപ്പോ ഞാൻ ഭയങ്കര സംഭവം ഇയാൾ ഭയങ്കര ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരുത്തിയ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞു സാർ, എന്താ പറഞ്ഞു സാർ, ഒന്നും പറഞ്ഞിരുന്നില്ല. നല്ല ആളെ വലിയ നല്ല മാന്യമായി തോന്നുന്നു. സാർ എന്താ ചെയ്യുന്നത്? വേറെ സാറേ മുഹമ്മദ് എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ സാറേ ഞാൻ ഒരിക്കലും ഇതായിട്ട് തോന്നരുത് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ ഞാനൊരു സംഭവമാണെന്നുള്ള തരത്തില് സത്യത്തില് ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകളായ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ മനസ്സിലൊരു എപ്പോ ഉണ്ടാകാവുന്ന ഒരു സംഭവം തന്നെയാണ്, ഒരു കാര്യം തന്നെയാണ്. എന്തെന്നാ, ഞാൻ ഭയങ്കര സംഭവമാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിന്ന് വരാം. അതുപോലെ തന്നെ സംഭവം എന്നുള്ള രീതിയിൽ ഞാനത് കേട്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന്, ഇവരെങ്ങനെയാണ്, ഞാൻ സാറിന്റെ തന്നെ വരുന്നില്ല, നിങ്ങൾ രണ്ടുപേരും പുതിയ ആളുകളല്ലേ, സാറിന്റെ വരുന്ന പ്രജിത്ത് എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും കലാകാരനാണോ? എന്തെന്നാ കണ്ടോ, മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കലാകാരനാണ്. സാറേ
ഇത് വേറെ സംഭവം പറയാം. കലാകാരനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പൊതുവെ പറയാ ഏതെങ്കിലും പൂവിന്റെ പേര് പറയും, 3ന്റെ അക്കത്തിന്റെ താഴോട്ടുള്ള അക്കം പറയുന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ പറഞ്ഞതാ, സത്യത്തിൽ കറക്റ്റ് അല്ലേ പറഞ്ഞു, കലാകാരനാ. അപ്പൊ നോക്ക്, നല്ലൊരു കൈയ്യടി കൊടുക്കുക സാറിന്. അപ്പൊ നോക്ക്, ഇതാണ് ഈ പറയുന്ന പോലെ ഞാനിതിങ്ങനെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പറയുന്ന സമയത്ത് ഇവർ കോട്ടിട്ട് നിൽക്കുന്ന ആളുകളെ നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരെങ്ങനെയാണ് നമ്മളെ മനസ്സിനെ ട്വിസ്റ്റ് ചെയ്യുന്നത്, ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. സാറേ മനസ്സിലായില്ലേ? തോന്നും, സാറിന് തോന്നിയിട്ടുണ്ടാവാം. എന്തെന്നാ, ഇവിടെ വന്നിരുന്ന് ഏതായാലും സാറ് വിളിച്ചു, ഇവിടെ വന്ന് മൂപ്പര് വിളിച്ചു, വന്ന് ഇരുന്നിട്ട് എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാലേ. അത് മാത്രമല്ല, ഇത് അറിഞ്ഞിട്ട് വേണം എന്റെ കടപ്പുറത്ത് പോയിട്ട് പാവം പിടിച്ച പെണ്ണുങ്ങളെ പൈസ പറ്റിക്കുന്ന പരിപാടിയാണല്ലേ ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നതാ. അതുകൊണ്ട് പാവം പിടിച്ച എന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകളോടും അമ്മമാരോടും പോയിട്ട് പറയണം, നോക്ക് ശശിയേട്ടൻ ഒരു ഉടായ്പ കൊണ്ട് വന്നിട്ടുണ്ട്, അത് പോകരുത് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വ്യക്തി കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ് എന്ന് നാട്ടുകാരോട് ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ മാനസികമായിട്ട് നല്ല തയ്യാറായിട്ടാണ് ഇരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഞെട്ടിയത് എന്താണോ, ഇവര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാരും കൈയടിക്കുന്ന സമയത്താണ് ഞാൻ ഇവരെന്താ ഇതിന്റെ അകത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇവർ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന സംഭവം എന്താന്ന് കേട്ട് നോക്കുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം ഞാൻ കേട്ടതായി എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാരും കൈയടിക്കുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഞാൻ ശശിയേട്ടനോട് ചോദിച്ചു, അല്ല ശശിയേട്ടാ, ഞാൻ വിചാരിച്ച മാതിരി എല്ലാരും ഇത് അന്നേരം മൂപ്പര് പറയാം, അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു, നീ ഒന്ന് കേട്ടു നോക്കുന്നു. അങ്ങനെ ഞാനിത് കേട്ടു, ഭയങ്കര ആവേശത്തോടു കൂടി കേട്ടു. പുറത്ത് ഇത് ഈ സൈഡിലൊക്കെ നിൽക്കുന്ന ഇതുപോലുള്ള സാറന്മാർ 2-3 സാറന്മാരുണ്ട്. അപ്പൊ ഒരാളെടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, സാറേ ഇവിടെ കേൾക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ എന്നെ പോലെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുക, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല, എനിക്ക് കുറച്ച് പൈസ കിട്ടണം എന്നുള്ള ചിന്തിച്ചിട്ടായിരിക്കും ഇവിടെ വരുന്നത്. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഗുണമാണെന്നുള്ള തരത്തിലാണ് നമ്മളിവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്ക് സാറേ, എത്ര പേരാ ഇവിടുന്ന്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഇങ്ങനെ വേറെ എത്ര പട്ടാള മിലിറ്ററിക്കാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഇവരൊക്കെ. അതുപോലെ ഞാൻ ഒരാൾ നല്ല കുട്ടപ്പനായി നിൽക്കുന്ന ഒരാളടുത്ത് മൂപ്പര് ബാക്കിൽ 2 കൈയും ബാക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു, നമസ്കാരം പറഞ്ഞു. അപ്പൊ ഇയാള് എന്താ സാറേ? ഞാൻ സാറേ ഒന്നും വിളിക്കണ്ട, ഇങ്ങനെ അങ്ങനെ രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പൊ ഇയാള് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിലവിൽ ഇത് മാത്രമാണോ വരുമാനം, അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ച ചില സമയത്ത് അവിടെ പഠിക്കോ, ഇതുപോലെ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ എന്തോ പണിയായിരിക്കുന്ന. നോക്കുമ്പോ ഇവര് പറയുന്നത് ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. കേട്ടപ്പോ എന്റെ കിഴിയമ്പ് പോയി. കാരണം ഇതെന്തോ ആളുകളെ പറ്റിച്ച് എന്തോ ഒരു വരുമാനം ഉണ്ടാക്കുന്ന, ഒരു പൈസ ഉണ്ടാക്കുന്ന എന്തോ ഒരു പരിപാടി എന്ന് കരുതിയ ആളാ ഇയാൾ പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ സ്ഥലം? അപ്പൊ കാവുംതറ എന്ന് പറയും. കാവുംതറയിലാണ്. നിങ്ങളെ അച്ഛൻ, നമ്മൾ അങ്ങനെയാണല്ലോ, ഭയങ്കര ബുദ്ധിമാനാണല്ലോ ഞാൻ. നിങ്ങളെ പാരമ്പര്യം എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു. അച്ഛൻ ആരാന്ന് ചോദിച്ചു. അന്നേരം പറ അച്ഛൻ ഹെഡ് മാസ്റ്ററാന്ന് പറഞ്ഞു, അമ്മ ടീച്ചറാന്ന് പറഞ്ഞു. ഇത് 3ഉം കേട്ടപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവരെന്തോ കണക്കാക്കി ഇറങ്ങിയ ആളുകളാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ കേൾക്കാൻ വന്നവരും നമ്മളെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവരെന്തോ കണക്കാക്കി ഇറങ്ങിയ ആളുകളാ. ഇവിടെ ഈ കോട്ടും സൂട്ടും ഇട്ട് നിൽക്കുന്ന ആളുകൾ, ഒരു സംശയം വേണ്ട. എന്താ കണക്കാക്കിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സ് വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതുപോലെ ഇത് കേട്ട സമയത്ത് വീട്ടിൽ പോയി ആവേശത്തോട് കൂടി, ഇപ്പൊ സാർ ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ ഈ ഭാഗത്താരാ പുതിയ ആൾക്കാരുള്ള ഒന്ന് കൈവന്നിക്കോ. ചേച്ചിന്റെ പേരെന്തിനാ? അല്ല, ഇവര് വിചാരിക്കുന്നത് എന്താ ഇയാൾ സാറെന്താ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്, രജനി അല്ലേ? ആയിക്കോട്ടെ, ഒരു പാവം ഒരു വീട്ടമ്മയാണ്. അപ്പൊ അന്നാലെ പറയാം, നമ്മൾ ഇതുപോലെ ഈ പറയുന്ന രീതിയിലേക്ക് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്താ സാറ് പറഞ്ഞു? ഞാൻ പോയി എന്താ പറഞ്ഞു? ആരെങ്കിലും ഒന്ന് ഓർക്കും. ഞാൻ എവിടെ വെച്ചിട്ട് അവരുടെ പേര് ചോദിച്ചത്? അത് സത്യം. വീട്ടിൽ പോയി, കറക്റ്റ് വീട്ടിൽ പോയി നല്ല ആവേശത്തോടു കൂടി. ഇപ്പൊ നമ്മള് ഏച്ചിന്റെ പേര് ചോദിച്ചത് അതിന്റെ കാരണം, ഏച്ചി ഇപ്പൊ ഇത് കേട്ട് ഭയങ്കര ചാർജിലാണ്. കടലിൽ പോകുന്ന ഒരു മുക്കോനുണ്ടായിരുന്നു, അയാൾ നല്ല ഫോട്ടോക്കില്ല. ഇതൊക്കെ എങ്ങനെയെല്ലാം കേട്ട് നല്ല ആവേശത്തോടു കൂടി വീട്ടിൽ പോയി ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു. ഭർത്താവ് ചോദിച്ചു, നീ എവിടെ പോയതാ? അപ്പൊ ഞാനിങ്ങനെ കാഞ്ഞങ്ങാടൊരു മീറ്റിംഗ്, ആരെ കൂട്ടിലാ വന്നതാണ് രജനീച്ചി. ഏച്ചിന്റെ പേരെന്താ? എന്തെങ്കിലും റാങ്കിൽ എത്തിയോ? ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? എന്തായാലും നല്ലൊരു കയ്യടി കൊടുക്കാം. കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ പണി അല്ലേ? അതിന്റെ മുമ്പിലെ ഗസ്റ്റിനെ കൊണ്ടുവന്നത് അടിപൊളി. അപ്പൊ ഇതുപോലെ
നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ വീട്ടിലേക്ക് ഞാനിങ്ങനെ പോയി ഭാര്യയുടെ അടുത്ത് ഭയങ്കര ആവേശത്തോടു കൂടി ഇവര് ഭർത്താവിന്റെ അടുത്ത് പോകുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഭാര്യയുടെ അടുത്ത് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഭാര്യയുടെ അടുത്ത് പോയപ്പോ ഭാര്യ ചോദിച്ചു, ഇതെന്താ എവിടെ പോയതാന്ന് വെച്ചാൽ സന്ധ്യക്കാണല്ലോ, എത്തുന്ന തിരിച്ച് സന്ധ്യക്കാ വരുന്നത്. അപ്പൊ അത്ര സമയം അങ്ങനെ വെറുതെ വേറെ പോക്കില്ല. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് ഭാര്യ ചോദിച്ചു എവിടെ പോയതാന്ന്. അപ്പൊ ഞാൻ പറയുന്ന ശശിയേട്ടനെ വിളിച്ചിട്ട് ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അന്ന് പറയും എന്ത് മീറ്റിംഗാ? അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ സോപ്പും പേസ്റ്റ് വിൽക്കുന്ന മീറ്റിംഗാ. അന്നേരം ഇവളൊരു ചിരി, അതപ്പൊ തിരിച്ചു മേഡം തിരിച്ചു ഇതല്ല, അത് പിന്നെ ഒരു ആനന്ദത്തിന്റെ ചിരിയ, മറ്റേതല്ല ഒരു ആക്കലിന്റെ ചിരിയ ആ ചിരിച്ചത്. അപ്പൊ ഞാൻ തന്നെ അങ്ങ് ചൂളിപ്പോയി. ഞാനാണെന്ന് ഇവള് ചിരിക്കുന്ന കണ്ടപ്പോ തന്നെ ഞാനങ്ങ് ചൂളിപ്പോയി. ചൂടുകാന്ന് പറയാൻ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇവള് ചോദിച്ചു സോപ്പ് പേസ്റ്റ് വിൽക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ആടി സോപ്പ്. ഭാര്യനെ ഞാൻ എടീനൊക്കെ വിളിച്ചു കിട്ടോ, ചക്കരയും കിട്ടുമെന്ന് വിളിച്ചുകൂടാ. അപ്പൊ ഞാൻ നല്ല സംഭവം. അന്നേരം ഇവള് പറയുക ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ആ കടലിൽ പോയിട്ട് ബോട്ടിലോ തോണിയിലോ പോയിട്ട് എന്തെങ്കിലും ഒരു 100-200 കിട്ടുന്നത് ഇല്ലാണ്ടാക്കാം, വേറെ ഓരോ പരിപാടി കൊണ്ട് വരുന്നത്. അതുമല്ല ഇവിടെ പറയുമെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് വാര്യക്കാരെന്നൊക്കെ പറയും അല്ലേ? ഇവിടെ പറയുന്നുണ്ടോ? വെറുതെ തലാട്ടുന്നാണോ? അല്ല ഉണ്ട്. അപ്പൊ ഞാനിത് പറയുന്നുണ്ട് അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ തലാട്ടരുത്, കാര്യം പറയണം. അപ്പൊ വാര്യക്കാരനും വാര്യക്കാരത്തി, എന്റെ മോള് വാര്യക്കാരത്തിയായി, എന്റെ മോൻ അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്നുണ്ട്. ഈ വാര്യക്കാരനും വാര്യക്കാരത്തിയായിട്ടുള്ള മോള് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്താണ് നിങ്ങൾ സോപ്പും പേസ്റ്റും വിൽക്കാൻ പോകുന്നത്. അത് മാത്രമല്ലേ, സോപ്പും പേസ്റ്റും വിറ്റിട്ട് എന്ത് കിട്ടാനാ? അതുമല്ല നിങ്ങൾ വീടാതെ കയറി വിൽക്കുവോ? സത്യം സാറേ, ഇന്ന് ഇവിടുന്ന് ഈ ഒരു പ്രോഗ്രാം കേട്ട് സാറ് ഫുൾ ചാർജ് വീട്ടിൽ പോയാൽ വീട്ടിൽ നിന്ന് അങ്ങനെ ചോദിക്കുന്ന ചോദ്യമായിട്ട് ഈ എന്തെല്ലാം സത്യം. ഞാൻ എന്താണോ ഈ ബലൂണിന്റെ കാറ്റ് പോയ പോലെ ഞാനൊരു കാറ്റ് എന്താ ചെയ്യ, അവരോട് എന്താ പറയാ? ഞാൻ അന്നേര സത്യത്തിൽ ഇവിടുന്ന് കിട്ടിയ ഈ ചാർജ് ഒക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ പോയ സ്ഥലത്ത് ഇവളെ ഈ വാക്ക് 1-2 വാക്ക് കേട്ടോട് കൂടി ആയി പോയി. പിന്നെ ഞാൻ പിന്നെ മതി എന്തെങ്കിലും. അപ്പൊ നാളെ പണിക്ക് പോകുന്ന കാര്യം ഇങ്ങനെ വിളിച്ചു ചോദിച്ചാൽ റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയുണ്ട്, എന്നെ ഈ പ്രോഗ്രാം കേൾപ്പി ചേട്ടൻ വിളിക്കുന്നുണ്ട്, എവിടെയുള്ള വല്യശ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. ഞാൻ പറയാം എന്ത് തോന്നി മീറ്റിങ്ങിന് പോയിട്ട്? സംഗതി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ശശിയേട്ട ഈ സോപ്പ് പേസ്റ്റ് സത്യം, ഇത് സത്യം. ഞാൻ വേറെ ഒന്നും നിങ്ങൾ എല്ലാവരും അല്ലേ, നിങ്ങളെല്ലാം ഊടിച്ചിരിക്കുന്ന ഉള്ളത് പറഞ്ഞാൽ ഊഹിച്ചിരിക്കുന്ന പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിരിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ കാര്യം മനസ്സിലായതുകൊണ്ടാണ്. പക്ഷേ ഭാര്യ ഞാൻ എന്താ ചെയ്തെന്നോ, എനിക്ക് ഇത് കേട്ട സമയത്ത് ഇവിടുന്ന് നേരത്തെ ഏതോ ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്, ഞാനേ കണ്ടതാ. ഇയാളെന്നല്ലേ നേരത്തെ പറഞ്ഞ സാറെന്നാ പറഞ്ഞത്. ഇവിടെ ഒന്ന് സാറൊന്ന് എനിക്ക് കൈ ഒന്നിക്കും സാറേ പോയി. ഓ പടച്ചോനെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓർത്ത് താമസിച്ച് പറഞ്ഞിട്ട് ചിരിക്കാൻ സാറില്ലാണ്ടായി പോയി. ഇനി ഞാൻ ആ സാറിന്റെ പേര് പറയുന്നില്ല. ആ എവിടെ പോയി? സുഹൈബ് സാറോടെ പോയി. ആ സുഹൈബ് സാറിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. സാറേ ഇങ്ങോട്ട് വാ സാറേ, എന്താ ബാത്റൂമിലൊക്കെ പോയതായി. അപ്പൊ എന്തായാലും ശരി. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഭാര്യ പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു സംഭവം കേറിയിട്ടുണ്ട്. സാറേ കേറിയിട്ടുണ്ടോ? കേറിയിട്ടുണ്ടോ സാർ? സത്യം പറയും സാറേ, എന്തോ ഒരു സാധനം കേറിയിട്ടുണ്ട്. എന്തെന്നാ, നമ്മള് പാരമ്പര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ എന്തോ കൃപ കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മള് അച്ഛനമ്മമാരെ കൃപ കൊണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുണ്ട്, എന്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. 7 മക്കളെയും കൊണ്ട് ഭർത്താവ് എന്റെ അച്ഛൻ ഉപേക്ഷിച്ച് 7 മക്കളെയും കൊണ്ട് നരകയാതന നോക്കി. ഇപ്പൊ ഉള്ള 2 കുട്ടികളെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പോറ്റി വളർത്താൻ കഴിയുന്നില്ല. ആ സമയത്ത് 7 കുട്ടികളെയും കൊണ്ട് ഈ അമ്മാമ്മമാരെടുത്ത് പോയിട്ട് അവരുടെ അവതാര്യം കൊണ്ട്, ഉച്ചിഷ്ടം കൊണ്ട് അവർ തിന്നുന്നതിന്റെ ബാക്കി അടുത്ത വീട്ടില് അടുക്കപ്പണിക്കും കല്യാണമൊക്കെ വരുന്ന സമയത്ത് എന്റെ വീട്ടില്, ഞങ്ങളെ വീട്ടിലാ കല്യാണം. കൊയിലാണ്ടിയിൽ വരുന്ന സകല കല്യാണം എന്റെ വീട്ടിലെ കല്യാണം. എന്തെന്നാ, ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കുറിച്ച് ഇത് ഇങ്ങനൊന്നല്ല ഞാൻ. ഇപ്പൊ പിന്നെ ഞാനിങ്ങനെ വേറെ ലെവൽ ഇതാ ലീനാമ്മയുടെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് തേച്ചിട്ട് പിടിച്ചിട്ട് ഭയങ്കര തിന്നാളാ. മീനും ചോറൊക്കെ ഇങ്ങനെ കിട്ടുന്നിടത്തന്നെ തിന്നാ. അമ്മ പറയാറുണ്ട്, മോനെ ഭക്ഷണത്തിനോട് മുഖം തിരിക്കരുത്, ഭക്ഷണം കിട്ടാതെ വളർന്നതാണല്ലേ, അതുകൊണ്ട് തന്നെ എവിടുന്നാ കിട്ടുന്ന അടിച്ചു മാറ്റില്ല. അത് വയറിന്റെ വരുമ്പോ കണ്ട രീതിയിലൊന്നല്ല എന്നാ ചുരുക്കം. അങ്ങനെ ഞാൻ എന്താ ചെയ്ത്, ഈ പറയുന്ന പോലെ കല്യാണത്തിനും വടക്കെ പോയിട്ട് അമ്മ നമ്മളെ നോക്കി വളർത്തി. അന്നേ നമ്മളെ ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, ഏതോ ഒരു ഗായകനോ കവിയോ പാടിയിട്ടുള്ള കനലൊരു തിരിമതി, ഒരു തരിമതി അല്ലെ,
കനൽ ഒരു തരി മതി. ആ കനലിന്റെ തരി എന്റെ ഉള്ളിലുണ്ടേനും എന്നെങ്കിലും എന്റെ അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കണം. ചെറുപ്പത്തില് കടലൊക്കെ പോവും, എന്തെങ്കിലുമൊക്കെ മീൻ പെറുക്കാനൊക്കെ പോവും. നീ കിട്ടി കഴിഞ്ഞാൽ 3 രൂപ 4 രൂപ, അന്ന് കുറെ വർഷം മുമ്പല്ലേ, അതൊക്കെ അമ്മക്ക് കൊടുക്കുന്ന സമയത്ത് അമ്മക്ക് ഉണ്ടാകുന്ന സന്തോഷം, അത് കിട്ടുന്നതിന് വേണ്ടി, അത് കാണുന്നതിന് വേണ്ടി അങ്ങനെ പോകായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്തുള്ള ഈ ഒരു കനൽ കെടാതെ സൂക്ഷിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടിട്ട് വേണം ഇവരൊക്കെ ഒന്ന് അമ്മ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാം. അങ്ങനെ ചിന്തിക്കുന്ന പല പ്രവൃത്തിയും ചെയ്തു. പ്രിയ സുഹൃത്തുക്കളെ, പല പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇനി ചെയ്യാത്തൊന്നുമില്ല. അവസാനം നമ്മൾ ഈ ഗൾഫിൽ പോയി, അതുപോലെ മലേഷ്യയിൽ ഒരു പോക്ക് പോയി. മലേഷ്യയിൽ പോയിട്ട് അവിടെ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് പിടിച്ചുപോയി. അതൊരു കള്ള വിസയായിരുന്നു. അവിടെ 1 മാസത്തോളം ജയിലിൽ കിടക്കുന്ന പോലെ കിടന്നു. എന്താ പറയണ്ടേ, പെടാപ്പാട് പെട്ടു ജീവിതം. 2 മക്കളായി. ഭാര്യ ആണെങ്കിൽ അതിനേക്കാളും വലിയ ഒരു അത്ഭുതം. ഭാര്യ സ്നേഹിച്ച് നടക്കുമ്പോൾ ഒരു കുറച്ച് പൈസയുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു പറയുന്നത് നാട്ടിൽ കൊടുക്കില്ലെന്നാണ്. സത്യത്തിൽ എത്തുന്ന എന്നെ പോലുള്ള പൊട്ടനിക്ക് കൊടുക്കില്ലെന്നാണ്. അതാ സംഭവം. പറയുന്നവരെന്താ പറയുന്നത് എന്താന്ന് വെച്ചാൽ നാട്ടിൽ കൊടുക്കില്ല എന്ന് പറയുന്നത്. അവസാനം ഇവളെ എന്റെ വരുതിയിലാണെന്ന് തോന്നിയപ്പോ ഞാൻ ഒരു ദിവസം എന്റെ അമ്മയെ പറഞ്ഞയച്ചു. തെറ്റ് ചെയ്യാൻ പാടില്ല. ആരാന്നെ വളർത്തിയ പെണ്ണാണല്ലേ. അമ്മയെ ഏച്ചിനെ വിളിച്ച് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു ഓളെ പെണ്ണ് വയ്ക്കാൻ പറഞ്ഞു. ഓരോരുത്തർ പെണ്ണ്, എന്റെ ഏട്ടനും പോയി പെണ്ണ് വയ്ക്കാൻ പോയി. ഒരു പറഞ്ഞു പെണ്ണ് നാട്ടിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എന്റേതായത് കൊണ്ട് ഇനി ആരോടും ചോദിക്കാനൊന്നുമില്ല, ഓരോട് കാര്യങ്ങൾ ചോദിച്ചല്ലോ. അങ്ങനെ ഒരു കല്യാണം വേറൊന്ന് ആലോചിച്ച് വെക്കുന്ന സമയത്ത് ഞാൻ ഒരു സാഹചര്യത്തിൽ അടുത്ത് കിട്ടി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, എന്റെ കൂട്ടിലങ്ങ് വന്നു. ഇന്നിപ്പോ 2 കുട്ടികളായി സുഖമായിട്ട് ജീവിക്കുന്നു. ഇന്ന് ഈ പറയുന്ന ബിസിനസിന് വേണ്ടി രാവിലെ വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇത്തിരിട്ടെന്ന് ഇട്ട് ഇങ്ങനെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പറയും എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അടിപൊളി എന്ന് പറയും. അടിപൊളി എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞേക്കുന്നത്. കാരണം നാളെ കടപ്പുറത്തൊന്നും ഇങ്ങനൊന്നും വേഷവിധാനങ്ങളൊന്നും വേണ്ടാലേ സാറേ. ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ട് എങ്കിൽ അത് പാടെ നികത്താൻ വേണ്ടിയിട്ടാ. ഇത് കഴിവുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ. നല്ല സാമർഥ്യം വേണം. ആളുകളോട് സംസാരിച്ചിട്ട് അതിനെങ്ങനെ മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ടാവണം. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് കാണാനൊക്കെ കുറച്ച് സൗന്ദര്യമൊക്കെ വേണമെന്നാ പൊതുവെ ഈ മേഖലയെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നും വേണ്ട സാറേ, ഒന്നും വേണ്ട. പക്ഷെ ഒന്നും വേണ്ട എന്ന് കമ്പനിയും മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ പറയുന്നെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് വേണം സാറേ. എന്താണെന്ന് വെച്ചാൽ കനൽ ഒരു തരി വേണം സാറേ. നമ്മുടെ ഉള്ളിൽ കനൽ ഒരു തിരി വേണം സാറേ, തരി വേണം സാറേ. ഒരു കനൽ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ അതിങ്ങനെ നമ്മൾ പതുക്കെ ഊതി ഞാനിത് കേൾക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വെറും ഒരു ലുങ്കി തുണി കൊടുത്തിട്ട് പോയിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഒരിക്കൽ പോലും എനിക്ക് ഇതിന്റെ അകത്ത് ഒന്നും ആവാൻ പറ്റില്ല. സത്യം, ദൈവത്തെ സാക്ഷി നിർത്തി പറഞ്ഞു, എന്റെ ചങ്ക് തട്ടി ഞാൻ പറയുന്നു, എനിക്കൊന്നും ആവാൻ പറ്റില്ല. കാരണം ഞാൻ ഈ കടപ്പുറം അതുപോലെ മത്സ്യവും ആ മേഖലയും വിട്ട് ഇതുവരെ ഒരു കാര്യത്തിന് പോകാത്ത ഒരാളാ. ഇനി ഇത് ചിന്തിക്കുന്ന സമയത്തിന്റെ ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്താ ഇതിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് എനിക്ക് ഈ കമ്പനി MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി തന്നതാ സാറേ. ആ ഒരു അവതാരത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലാതെ എന്റെ അച്ഛന്റെ പാരമ്പര്യമോ എന്റെ അമ്മയുടെ പാരമ്പര്യമോ എന്റെ സമൂഹത്തിന്റെ പാരമ്പര്യമോ എനിക്ക് കിട്ടിയതല്ല സാറേ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒന്നും വേണ്ട സാറേ, പക്ഷെ ഒന്ന് വേണം. എന്താ വേണ്ടേ? എന്താ ഉറക്കെ പറയും? കനലൊരു തരി വേണം സാറേ, കനലൊരു തരി വേണം. ആ തരി ഞാൻ ഓമനിച്ച് അവിടെ വെച്ചു. ഏതെങ്കിലും ഒരു സമയത്ത് മോഹൻലാൽ ഒരു സിനിമ പറയുന്ന ഒരു പട്ടിന്റെ മോൻ ഒരു സമയം വരും. ആ സമയം വരുന്ന സമയത്ത് അതൊരു സമയമാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ളത് ഇതൊരു സമയമാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ സാറേ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ തിരിച്ചറിവിന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്റെ അമ്മ പ്രാർത്ഥിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പോയാലും അമ്പലങ്ങളിൽ പോയാലും ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് കുറച്ച് പണം തരണമേ, എനിക്ക് നല്ല ജോലി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം നല്ലത് കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു ബോധം തരണമേ ദൈവമേ. അങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയ സുഹൃത്തുക്കളെ. നല്ലത് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അടുത്ത് പോയി എന്ന് കണ്ടാൽ സാറേ ഇത് നല്ലതാണെന്ന് നമുക്ക് വെളിച്ചം വരണ്ട സാറേ. എത്ര ആൾ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് നമ്മുടെ മഹാന്മാര് പൂർവികരായിട്ടുള്ള എത്ര മഹാരഥന്മാരാ സത്യം വിളിച്ചു പറഞ്ഞിട്ട് അവസാനം 5 ജാണിന്റെ മോള് തടച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലമിനെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഭഗവാൻ
ആയതുകൊണ്ട് പറയാം, ഭഗവാൻ ശ്രീകൃഷ്ണനെ അമ്പ ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ കാണുന്ന എന്തെന്നാ, ഒരു വേടൻ ഒളിയം പെയ്തു ഓടക്കുഴയിൽ വിളിക്കുന്ന സമയത്ത് ഒരു കാലിന്റെ പാദം കണ്ടപ്പോ ഒരു പക്ഷിയുടെ രൂപമാണെന്ന് കരുതിയിട്ട് അതിനെ അമ്പെയ്തു എന്നാണ് നമ്മളെ കഥയിൽ കേട്ടത്. പച്ചക്ക് പറയുകയാണെങ്കിൽ ഒളിയം പെയ്തു കൊന്നതാ സാറേ, ഒളിയം പെയ്തു കൊന്നതാ. അതുപോലെ ഇങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെ ഇതുപോലെ യാത്രകൾ അനുഭവിച്ചുകൊണ്ടാ പോയ. അവിടെയാണ് ഇവിടെ വന്ന് കേൾക്കുന്ന നിങ്ങളും ഞാനും സമൂഹത്തോട് നമ്മളൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി പോകുന്നു. എന്താ സന്ദേശം നമ്മൾ കൊടുക്കുന്നത്? എന്താ സന്ദേശം കൊടുക്കുന്നത്? ഇന്നേ വരെ അധ്വാനിച്ച് ജീവിക്കുന്നവൻ എല്ലാവരും തന്നെ അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, കൊല്ലാടിപ്പ ശൈലി പറയുകയാണെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ മരിച്ചു പോയിട്ടുണ്ട് നമ്മളെ പൂർവികരെല്ലാരും തന്നെ. അല്ലയോ വല്ലീശ, നീ ഇതേ രീതിയിലാണ് നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ഗതിയും അത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കാം, നിങ്ങളുടെ രക്ഷിതാക്കൾ എങ്ങനെയായിരുന്നു ജീവിച്ചതും അതുപോലെ ജോലി ചെയ്തതും. അവരെ കുറ്റം പറയുന്നതല്ല, അവരെ താഴ്ത്തി പറയുന്നതല്ല. അന്ന് അവർക്ക് ഇത് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഉറങ്ങുവാണോ? അല്ലേ, ഓക്കെ, ഉറങ്ങുന്നതല്ല. നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. എന്നാൽ മാഡം ഇതാ നിങ്ങളോട് പറയുന്നു, രക്ഷപ്പെടാൻ ഒരു ശരിയായ വഴി ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് നമുക്ക് എടുത്തിട്ടുള്ള സാർ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നു. നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഇതെന്നും ആ മേഖലയിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കും രക്ഷപ്പെടാമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു തന്നു, നമ്മൾക്ക് തന്നു. പക്ഷെ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾക്ക് ബോധ്യപ്പെടണ്ടേ? ഇവിടെ എത്ര പേര് ബോധ്യപ്പെട്ടിട്ടുണ്ട്? എത്ര പേർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ഒന്ന് കൈവന്നിക്കുക. അടിപൊളി അടിപൊളി, ഒന്ന് കൈതാത്തതാണ്. കുറെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ക്ലിയർ ആവേണ്ടതുണ്ട്, ഒന്നുകൂടി ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. ആ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ക്ലിയർ ആവും, അവർക്കും ബോധ്യപ്പെടും. ഇന്ന് നോക്ക്, ഈ പറയുന്ന ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോ ഒന്നും ആവില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ആളുകളുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ഒന്ന് വർത്താനം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഡ്രസ് കോഡ് മാറാൻ നിങ്ങൾ എന്താ പറയണ്ടേ? ഞാൻ തുണി ഉടുത്തല്ലാതെ വേറൊരു തരത്തിൽ ഒരു വസ്ത്രം ധരിച്ചിട്ട് ഞാൻ പുറത്തു പോകാറില്ല. നമ്മൾ കടലിൽ കടപ്പുറത്തൊക്കെ വന്ന ആൾക്കാർക്ക് കാണാം, മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ മടുക്കത്തൊക്കെ കുത്തുന്ന കാണുമ്പോ കാറ്റ് തട്ടി തണുത്താൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതാ അങ്ങനെ ഒരു വസ്ത്രധാരണയുണ്ട്. അതിൽ നിന്ന് മാറി ഫുൾ സ്ലീവും ഇൻസൈഡ് ഒക്കെ ആയി മാറി ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ അഭിമാനത്തോടു കൂടി പറയുന്നു സാറേ, ഞാൻ കാണാൻ ലുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു കേരളത്തെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാ സാറേ, ഞാനൊരു ബിസിനസ്സുകാരനാ. എവിടുന്നാ തുടങ്ങുന്നത്? ഒന്നില്ലായ്മയിൽ നിന്ന് ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ അകത്ത് എനിക്കൊരു തിരിച്ചറിവ് വന്നു, ഇതുകൊണ്ട് കളിച്ചാൽ രക്ഷപ്പെടും. ഭാര്യയെ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം സെറ്റിലേക്ക് കൊണ്ടാന്ന് അറിയിക്കുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് എങ്ങനെയാ 10ാം ക്ലാസ്സിൽ എത്തിയെന്ന് എനിക്ക് നേരിട്ട് അറിയും. കാരണം 140 210 മാർക്ക് കിട്ടുന്ന ഒരു സമയം തന്നെ സാറേ. ആ സമയത്ത് ഞാൻ കിട്ടിയ 140 മാർക്കാ ഞാൻ ഇന്നും അന്വേഷിക്കുന്നുണ്ട്. ആ 140 എവിടുന്ന് കിട്ടിയതാണ്? സത്യം പറയാ, എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ എവിടെ പരീക്ഷ എഴുതിയ ആൾക്കാർ ഇപ്പൊ എല്ലാവരും എടുക്കുമ്പോരാ. കുറച്ച് മുമ്പേ പരീക്ഷ എഴുതുമ്പോ ഈ ചോദ്യങ്ങൾ ചോദിക്കൂല്ലേ, പേപ്പറിൽ ഇംഗ്ലീഷിൽ ചോദ്യ പേപ്പർ ഉണ്ടാവില്ലേ, അതിന്റെ പകുതി ഞാൻ ഉത്തരം ചെയ്തില്ല. എന്താ സംഭവം? എഴുതണ്ടേ, എന്തെങ്കിലും എഴുതണ്ടേ? മാഷ് ഇങ്ങനെ വരില്ല. അപ്പൊ വരുമ്പോ എന്തെങ്കിലും എഴുതുന്ന കാണിച്ചു കൊടുക്കണല്ലേ, അങ്ങനെ ചോദ്യത്തിന്റെ പകുതിയാ ഉത്തരം ചെയ്ത. അങ്ങനെ എഴുതിയ അങ്ങനെയുള്ള ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് 14 മാർക്കാ കിട്ടിയത് മലയാളത്തിന് 14 മാർക്ക്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് എന്താ എഴുതിയത്. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ, എന്റെ അയൽവാസിയാണ്, ഈ ചെക്കന്റെ കോപ്പി അടിച്ചിട്ട് കിട്ടിയതാണ്. ഞാൻ പിന്നീട് ആലോചിച്ചത്. കാരണം ഇവന് വട്ടം ഈ ജീവശാസ്ത്രം കണ്ണ് നെടുകെ ചേടിച്ചതൊക്കെ എഴുതണല്ലേ, വരക്കണല്ലേ. കണ്ണിന്റെ റെറ്റിന് എങ്ങനെ ഇതാക്കി വരക്കാനല്ലേ ബയോളജിയിൽ. അതുപോലെയൊക്കെ ചരിത്രത്തിൽ ഇന്ത്യയുടെ മേപ്പ് വരക്കണല്ലേ, 2 മാർക്കും കിട്ടും. അപ്പൊ ഇവനാണെങ്കിൽ ഒരു വട്ടം വരക്കാം, പക്ഷെ നല്ല മിടുക്കനാ, പഠിക്കാൻ മിടുക്കനാ. ഇവന് ഞാൻ വരക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ എന്നോട് വരക്കാൻ വേണ്ടി കാണിക്കുമല്ലോ, പേപ്പർ കാണിക്കും. അപ്പൊ ഞാൻ പറയാം, പേപ്പർ ഇങ്ങോട്ട് തരാൻ പറ്റും. എന്നിട്ട് തന്നിട്ട് അതുപോലെ അങ്ങനെ എന്നിട്ട് 140 കിട്ടിയത്. പ്രിയ സുഹൃത്തുക്കളെ, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോ തുടങ്ങുന്ന സമയത്ത് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞത്, എന്നെ കടമെടുക്കട്ടെ ഞാൻ, ആ മോഹൻലാൽ പറഞ്ഞതുപോലെ ഊര് തെണ്ടിന്റെ ഓട്ടക്കീശയിൽ ഒന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞാനൊരു തമിഴൻ, രമേശൻ എന്നാ അവന്റെ പേര്, ചെക്കൻ ആത്മഹത്യ ചെയ്തു. പിന്നീട് ചില അത് വലിയ പൈസയെല്ലാം കൊടുത്തിട്ട് ആളുകളെല്ലാം എന്താണെന്ന് അറിയില്ല, മരിച്ചപ്പോൾ അറിയുന്ന മരിച്ചെന്നാ ഈ പറയാ. ആ രമേശൻ എന്താ പറയാ, ഞാൻ മരിക്കുന്നുണ്ട് ആ പാവത്തിന്.
ആ പാവം എനിക്കൊരു 7500 രൂപ തന്നു. 7300 രൂപ 7300 രൂപ തന്നു. അതിൽ നിന്ന് തുടങ്ങിയതാ. ഇന്ന് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കരുതി പിറകോട്ട് അടിക്കാൻ പോയിട്ടുള്ള ഞാൻ ഈ പാവം ചെക്കൻ തന്ന പൈസ കൊണ്ട് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആ അഭിമാനത്തോടു കൂടി പറയുന്നത്, ഈ ബിസിനസ്സിൽ വരുമ്പോ ഒരു ഗതി പരഗതിയില്ലാതെ വന്നിരുന്ന വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി ഒരു ബൈക്ക് എടുത്തു. രണ്ടാമത് സാറേ കൈയടിക്കാൻ വന്നിട്ടില്ല സാറേ, രണ്ടാമത് ഒരു ആൾട്ടോ കാർ എടുത്തു. രണ്ടാമത് എടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി വലുതാവണം എന്ന് വിചാരിച്ചു. ഞാൻ സിട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ 8.5 ലക്ഷം വില വരുന്ന ഒരു കാർ എടുത്തു. പ്രിയ സുഹൃത്തുക്കളെ കൈയടിക്കാൻ വരട്ടെ സാറേ, മേഡം കൈയടിക്കാൻ വരട്ടെ, ശ്രീലത മേഡം അല്ലേ ഇന്നത്തെ MC ഉഷാറായിട്ട്. അവ എന്തായാലും ആ ഒരു രണ്ടാമത് കാർ എടുത്തു. ഇപ്പൊ നവംബർ 1-ാം തീയതി എക്സോറ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ബെല്ലിസ് സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെല്ലിസ് സാറിന്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്ദേശമാണ് ഞാൻ തരുന്നത്. നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി വളർന്നതായിട്ടോ ഈ കമ്പനിയിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നോ എന്ന് ചോദിക്കുന്നതിന്റെ മകുട ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ഈ പറയുന്നത് ഒരു വെള്ളം ചേർക്കാതെ എന്റെ പച്ചയായ ജീവിതമാണ്. ആ വരുന്ന സമയത്ത് ഈ ഇലക്ട്രിക്കിന്റെ മഹീന്ദ്രന്റെ B6 എന്റെ പേര് പോലും കിട്ടുന്നില്ല, B6 എന്ന് പറഞ്ഞ ഒരു പുത്തൻ മോഡൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാൾ പോയി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു. ദൈവമേ, ഏത് ജന്മം ഞാൻ പറഞ്ഞില്ലേ, അമ്മ പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥന എന്റെ മോൻ നന്നാവണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഈ ഒരു സത്യമായ ശരിയായ ഒരു ആശയം എന്റെ മുമ്പിലേക്ക് വന്നു. അത് ഞാൻ പതുക്കെ പഠിച്ചെടുത്തു. ആവേശം ഒന്നും കൊള്ളാതെ. നിങ്ങളെ മാത്രമുള്ള സാഹചര്യമല്ല, ബീച്ചേരിയിലൊക്കെ പോയി നമ്മൾ ആളുകൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇമ്മിടി പണിയുണ്ട്. ആ നോക്കാം, ഇനിയിപ്പം ആ കാർ എടുക്കുന്നതിനേക്കാളും വലുത് അന്നത്തെ ദിവസം ഞാൻ അഭിമാനത്തോടു കൂടി എന്റെ രണ്ടാമത്തെ ID കൂടി NTC റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയും സാറേ, കഴിയും. ഈ 2,10,000 എന്ന് പറഞ്ഞുള്ള എമൗണ്ട് കേട്ട സമയത്ത് എനിക്ക് എവിടെ കിട്ടാനാ ഒന്നും എനിക്കെന്നാൽ സാധിക്കില്ല എന്ന് കരുതി അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. നോക്കുമ്പോ ഒരാഴ്ച എന്റെ അക്കൗണ്ടിൽ വന്നു 2,10,000. പൂച്ചയ്ക്കും പന്തിക്കും അത് പുള്ളിപ്പരിക്കും. ഇതെന്താ ചെയ്യുന്നത്? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? എനിക്ക് കാര്യം മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ, ആ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ഏത് പൊട്ടനും ഇത് നടക്കും. അത് ഞാൻ എന്നെ തന്നെ പറയാ. എനിക്കിത് സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏത് സാധാരണക്കാരൻ നടക്കും സാറേ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ള, ഒരു ആത്മവിശ്വാസത്തോട് പറയാനുള്ള, സാറേ ഇതിനെ കുറിച്ച് പഠിക്കുക സാറേ. നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കുക. വെറുതെ ഒരു ആവേശത്തിന്റെ പുറത്ത് അങ്ങ് ചെയ്തു പോക്കല്ല. എന്താണ് ഓർഗനൈസേഷൻ 1, എന്താണ് ഓർഗനൈസേഷൻ 2, എങ്ങനെയാണ് ബിസിനസ് വോളിയം കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരാൻ ഇതിന്റെ നമ്മൾ പറയുന്നില്ല, ആരോ പറയുന്നത് പോലെ, കണ്ണൂർ ജില്ലക്കാർ പറയുന്ന പോലെ ചോരച്ചാലുകളിലൂടെ നീന്തി കടന്ന കുറെ ലീഡേഴ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. കുറെ ലീഡേഴ്സ് അവർ പറഞ്ഞു തരും സാറേ. അത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. കാരണം അവർക്ക് ഒരു 10 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 2 രൂപയോ 5 രൂപയോ കിട്ടിയാലേ അവർക്ക് 10 രൂപ കിട്ടും. അതുകൊണ്ട് 10 രൂപക്ക് അവർ ശ്രമിക്കുന്നതിന്റെ ഫലമായി അതിന്റെ ഫലം കൊണ്ട് നമ്മൾക്ക് 5 രൂപ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുന്ന ആളുകൾ എന്താണോ പറയുന്നത് അതേപടി നിങ്ങൾ കൊണ്ട് നടക്കരുത് പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം, നിങ്ങളുടെ ചുറ്റുപാടുകൾ ഇതൊക്കെ കണ്ടിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ആത്യന്തികമായി വിജയം നമ്മളതായിരിക്കണം. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത് പ്രിയ സുഹൃത്തുക്കളെ. ഇഷ്ടം പോലെ ആളുകൾ ഇന്നിപ്പോ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ബിസിനസ്സിൽ വന്ന ആൾക്കാർ, നിങ്ങളൊക്കെ പുതിയ ആൾക്കാർ വന്ന ആൾക്കാർ തിരിച്ച് നാട്ടിൽ പോയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ചോദിക്കും, ഇതൊക്കെ കുറെ മുമ്പേ വന്നതാണ്, ഇതൊക്കെ തട്ടിപ്പാടാ, ഇതൊക്കെ വെട്ടിപ്പാ. നിന്നെക്കാളും നല്ല കഴിവും സാമർത്ഥ്യമുള്ള ആളുകളൊക്കെ നിരവധി വ്യക്തികൾ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടല്ലേ. അവരൊന്നും രക്ഷപ്പെടാത്തടത്താണോ ഒന്നും അറിയാത്ത നിനക്ക് രക്ഷപ്പെടാൻ പറ്റാം? അമ്മന്റെ പേര് എന്താ? ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ തന്നെയാണോ? കാഞ്ഞങ്ങാട് തന്നെയാണോ? അപ്പൊ നോക്കാം, ഇതുപോലെ ആളുകൾ നമ്മൾ ചോദിക്കും, എല്ലാം ഏരിയ എടുത്തിയേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ആളുള്ള സുശീല് ആളെ ഗോളൊക്കെ BA BCom എല്ലാം പഠിച്ച ആളാ, ഇങ്ങനൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം. ആ ആൾക്കാരോട് എനിക്കൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് സംഭവം ഈ പറയുന്ന തരത്തിൽ പറയാൻ ആളുകൾ കുറെ ഉണ്ടാവും. അന്നേരം നിങ്ങൾ ചോദിക്കേണ്ടത്, 3 വർഷം 4 വർഷം ചെയ്തിട്ട് മടുത്ത് പിന്നോട്ട് പോയ ആളുകൾ പറയുന്ന വാക്കുകളെ ഞാനിവിടെ പറയുന്നത്. അത് പറയുന്ന ആൾക്കാരോട് ചോദിക്കും,
6 വർഷമൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടല്ലോ ഇതിന്റെ അകത്ത്, എത്രയോ ആളുകളുണ്ട് ഇവിടെ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുണ്ട്, നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ രാജാവാകാം രാജ്ഞിയാകാം, അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങി പുറത്തിറങ്ങി എന്ന് കണ്ടാൽ, ആ പുറത്തിറങ്ങിയ നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ കൂടുതൽ ഒരാളായിട്ട് മാറും. നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഒരു മഹത്വമില്ല. വീടിന്റെ അകത്ത് നമുക്ക് നല്ല മഹത്വം ഉണ്ടാവാം, പക്ഷെ പുറത്തിറങ്ങിയാൽ നമുക്ക് ഒരു മഹത്വം ഉണ്ടാവില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറത്തിറങ്ങുന്ന സമയത്ത് നോക്ക്, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് പുറത്തിറങ്ങി പറയുന്ന സമയത്ത് പെടലിക്ക് തരുന്ന ആൾക്കാരാണ് നമ്മളെ കൂടുതലുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അവർ നിരപരാധികൾ, അവർക്ക് ഇത് അറിയാത്തത് കൊണ്ടാ. അതുകൊണ്ട് തന്നെ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പൂർണ്ണ സജ്ജരായിരിക്കണം. നമ്മൾ പൂർണ്ണ സജ്ജ. എങ്ങനെയാ സജ്ജരാണ്? പോകുന്ന സമയത്ത് വലിയൊരു വാളും 2 ബോംബൊക്കെ എടുത്ത് വെച്ച് ഇറങ്ങാനല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഈ ഒരു ആശയത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ആ ധാരണയാണ് നമ്മൾ പൂർണ്ണ സജ്ജരാകുക. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ 2 വർഷം 10,000 കിട്ടുന്നു? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത്? ഇതിനൊക്കെ വില കൂടുതലല്ലേ, ഇതിനൊക്കെ സമയമില്ല, ഇങ്ങനെ പല കാരണങ്ങൾ നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ പറയും, നമ്മുടെ നാട്ടുകാർ പറയും. അതൊക്കെ നമ്മൾ മറികടന്ന് പോണം നമ്മൾ മുന്നോട്ട്. അതിനൊക്കെ കറക്റ്റ് ഉത്തരം പറയണം. എന്തെങ്കിലും വായി തോന്നുന്നത് കോതക്ക പാട്ടായിക്കൊണ്ട് പാടുന്നതല്ല, മറിച്ച് കറക്റ്റ് കൊടുക്കണം ഉത്തരങ്ങൾ. ആ ഉത്തരങ്ങൾ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിങ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല പവർഫുൾ വ്യക്തിയായി മാറണം. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുണ്ട്, നമ്മൾക്ക് സംശയം ഉണ്ടാവരുത്. സംശയാസ്മാ വിനശ്യത എന്ന് പറയുന്നത്, നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് സംശയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് സംശയം ഉണ്ടാവരുത്. ഇനി വേറൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഞാൻ ചിന്തിച്ച ആ കനൽ ഒരു തരി മതി എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഇത് രക്ഷപ്പെടാൻ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള ഒരു വലിയൊരു മേഖലയാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും ചിന്തിച്ചുകൊണ്ട് നിൽക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുകളൊക്കെ മറ്റുള്ളവർ പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചിന്ത നമ്മൾ കൈവിടരുത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കാണാം, അപ്ലൈൻ ലീഡർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഡൗൺലൈനിലെ ലീഡർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ചങ്ങ് വിട്ടുകളയാ. ആ വിട്ടുകളയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആ വിടാൻ തോന്നുന്ന ആ ഒരു നിമിഷം, ഏതോ ഒരു കഥയിൽ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്യാൻ വിഷമുണ്ട്, കയറുണ്ട്, കത്തിയുണ്ട്, അതുപോലെ പല ആയുധങ്ങളുണ്ട് എന്ന് ആത്മഹത്യ ചെയ്യാൻ കാരണങ്ങളുണ്ട്, വഴികളുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി മാത്രം മതി. പ്രിയ സുഹൃത്തുക്കളെ, ആ വഴികൾ നമുക്ക് വേണ്ട. ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇന്ന് കേട്ടിട്ടുള്ള ഈ ഒരു ആശയം നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ മുമ്പേ സഞ്ചരിച്ച ആളുകൾ അതേ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തീരുമാനിക്കാം. അതേ പാതയിലൂടെ ആ സഞ്ചാരം നമ്മൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, എന്താണോ നമുക്ക് ലഭിക്കാൻ ചിന്തിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിത്തരാൻ പറ്റും. പ്രിയ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ പിന്തുടരും. സാമ്പത്തികമായി പ്രയാസങ്ങൾ ഉണ്ടാവും. ഞാനിത് തുടങ്ങുന്ന സമയത്ത് മംഗലാപുരത്ത് ഇവിടുന്ന് പോകുന്ന 5:20 പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. കൊയിലാണ്ടിയിൽ 5:20 എത്തുന്ന ട്രെയിനാണ്. ഞാൻ അവിടുന്ന് 5:20 ട്രെയിൻ കയറാൻ വേണ്ടി വരുന്ന സമയത്ത് വരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നടന്ന് വരണം. ആ സമയത്ത് 4-4:30 ബസ് കിട്ടാറില്ല, ഒരു വണ്ടിയും കിട്ടാറില്ല. അത്ര ദൂരമുണ്ട്, 6 കിലോമീറ്റർ. ആ 6 കിലോമീറ്റർ അതുമല്ല, എല്ലാ സമയം ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് നടന്നു പോകാം. പക്ഷേ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇട്ട ഡ്രസ്സ് അവിടുത്തെ ടോയ്ലറ്റിന് മാറ്റി കൊടുത്തിട്ടാണ് ഞാൻ ആ ട്രെയിനിൽ കയറിയിട്ട് മംഗളൂരത്ത് പോയി ആ പ്രൊഡക്റ്റ് എടുത്ത് വരുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഭൂമിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ വില നൽകിയിട്ടുണ്ടാവും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞ സാമ്പത്തിക വില മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾ കഷ്ടപ്പെടുന്നുണ്ട്, ദുരിതമനുഭവിക്കുന്നുണ്ട്, കുറെ കാലം അധ്വാനിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ചിരി കാണാൻ വേണ്ടിയുള്ള സ്വപ്നം കൊണ്ട് ഞാൻ സകലതും ചെയ്തു എന്ന് പറയുന്ന പോലെ നിങ്ങൾ കൂടുതലുണ്ടാവുക. ഇതുപോലെ കഷ്ടപ്പാടും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, നിങ്ങൾ മക്കളായിട്ടുള്ള ഒരാളാണോ, ഭാര്യ ആയിട്ടുള്ള ഒരാളാണോ, ഭർത്താവായിട്ടുള്ള ഒരാളാണോ, നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ മാറി ജീവിക്കാൻ ഒരു വലിയൊരു കാഴ്ചപ്പാടിലൂടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഒരു പണം മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, പണം മാത്രമല്ല, നമ്മൾ ഇതുപോലെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കഴിവ് എത്ര ലക്ഷം കൊടുത്താൽ കിട്ടും വേണം. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. ഈ ബിസിനസ്സിൽ കിട്ടുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന വാക്കുണ്ട്, ഇതൊരു പണത്തിന് വേണ്ടിയല്ല, ഒരു പുത്തൻ ഒരു ആശയം
പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലെത്തി കേൾക്കുക. ഒരു പുത്തൻ ഒരു ആശയം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഒരു സന്ദേശ രൂപത്തിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സമ്പന്നരാക്കിയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മൾ ഈ സന്ദേശത്തിലൂടെ, നമ്മൾ ഈ പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്നത്. ചട്ടമ്പി സ്വാമികളെ പോലെയും ശ്രീനാരായണ ഗുരുവിനെ പോലെയും ശങ്കരാചാര്യരെ പോലെയും സാമൂഹ്യ പരിഷ്കർത്താക്കളാക്കി നമ്മളെല്ലാവരും ഇന്ന് അവർ ആരാധിക്കുന്നുണ്ടെങ്കിൽ, നാളെ കാലത്ത് പ്രിയ സുഹൃത്തുക്കളെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ വലിയ വലിയ ലീഡേഴ്സിനെ നമ്മളൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളായി മാറും, സാമ്പത്തിക പരിഷ്കർത്താക്കളായി മാറും. കാരണം ഒരു പുത്തൻ ഒരു ദിശാബോധം വരുന്ന തലമുറക്ക് മുമ്പിലേക്ക് നമ്മൾ അർപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല ലോകത്ത് 100ൽ പരം രാജ്യങ്ങളിൽ അതിശക്തമായി ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബിസിനസ് അവസരമാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു ഹാളിൽ വെച്ച് കാണുന്നത്. ഇവിടെ നിങ്ങൾ കേട്ടു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിയും ഒരാളും രക്ഷപ്പെടുന്നില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾ എത്രത്തോളം അത് നെഞ്ചിലേക്ക് ആവാഹിച്ചെടുത്തിട്ടുണ്ടോ ആ ഒരിതാണ്. ആ കേൾക്കുന്ന ആളുകൾ നോക്ക്, 1000 ആളുകൾ കേൾക്കാം, പക്ഷെ അതിൽ രക്ഷപ്പെടുന്നവര് അങ്കുലി പരിമിതം, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിലൊരാളായി നിങ്ങൾ മാറണം പ്രിയ സുഹൃത്തുക്കളെ. നമ്മളെ വരും തലമുറക്ക്, നമ്മുടെ സമൂഹത്തിന്, ഇന്നത്തെ കുട്ടികളെല്ലാവരും തന്നെ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അതേപോലെ തന്നെ മറ്റുള്ള വലിയ വലിയ പ്രൊഫഷണലിസ്റ്റ് ആവണം എന്ന് പറയുന്ന സമയത്ത് ഇനി വരാൻ വേണ്ടി പോകുന്ന തലമുറ നമ്മളൊരു സമൂഹത്തിൽ ഒരു രക്ഷപ്പെട്ട ഒരു വ്യക്തിയായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വല്യേഷൻ സാറെ പോലെ ആവണം, എനിക്ക് ഇതുപോലെ നമ്മളിവിടെയുള്ള മധുസാറെ പോലെ ആവണം എന്ന് പറയുന്ന തരത്തിലേക്ക് കുട്ടികൾക്ക് ഒരു ദിശാബോധമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെയും നമ്മൾ അടിമത്തത്തിൽ നിർത്താനോ അല്ലെങ്കിൽ ഒരാളിനും മേൽക്കോയ്മ ഉണ്ടാക്കാനോ ഒരു സൃഷ്ടി ഇതിനകത്ത് നടക്കുന്നില്ല. ഇത് അവന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബിസിനസ് അവസരമാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കാം. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക സാറേ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ആർക്കും രക്ഷപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഉപാസന കൊണ്ട് ചില സമയം അതിന്റെ കടാക്ഷം കൊണ്ടായിരിക്കാം, അനുഗ്രഹം കൊണ്ടായിരിക്കാം ഇന്ന് സാറിനെ ഇവിടെ കൊണ്ടാണ് എത്തിച്ചിട്ടുള്ളത്. അത് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറെടുക്കുക. ഇവിടെ വന്നിട്ടുള്ള പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക സാറേ. കയ്യിൽ പൈസ ഉണ്ടാകില്ല, നമുക്കൊരു 5000 10,000 പെട്ടെന്ന് എടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി നിങ്ങൾ അതിന്റെ പ്രയോറിറ്റി കൊടുക്കുക. ഒരു കല്യാണത്തിനോ വീട്ടിൽ കൂടലിനോ പാല് കുടിക്കോ നമ്മൾ എന്തെങ്കിലും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കുക. ഇതുപോലെ ആയിരക്കണക്കിന് സമൂഹത്തിൽ ആരുമല്ല ഒന്നുമല്ല ഒന്നിനും പറ്റില്ല തള്ളിക്കളഞ്ഞിട്ടുള്ള ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതം വൈദ്യുതി കിട്ടുന്ന വലിയൊരു ബിസിനസ് അവസരമാണ്. അതോടൊപ്പം വലിയൊരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ കേട്ട ആളുകൾ എല്ലാവരും ആവേശത്തോട് കൂടി ചെയ്യാം. ഒരു തരി പോലും ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകരുത് പ്രിയ സുഹൃത്തുക്കളെ. ഇത് ജീവിതം വഴിമാറുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കളെ നമ്മൾ അനുകരിക്കാൻ. മറ്റുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ പോയി നമ്മൾ ആരൊക്കെ കണ്ണുമുഖം കാണും എന്ന് പറയുമ്പോൾ മനസ്സിലായോ? ആ ശക്തി കൊണ്ട് നമ്മളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. ഇതിന്റെ അകത്ത് ഒന്നുമില്ല. ഇതിന്റെ അകത്ത് അങ്ങനെ ആരും നിർബന്ധിക്കാനില്ല, ആരും പ്രലോഭിപ്പിക്കാനില്ല. നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് രക്ഷപ്പെടാന്നുള്ളതാ. ദൈവം ഒരു വാക്ക് പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, നീ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരപ്പായിരുന്നു കൊണ്ടോ ഏതെങ്കിലും ഒരു പള്ളിന്റെ മുമ്പിലോ അല്ല അമ്പലത്തിന്റെ മുമ്പിലോ കൈകൂപ്പി എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് ദൈവം നിങ്ങൾ എപ്പോഴും ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതാ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സന്ദേശമായി കൊടുത്ത ഈ ഒരു ബിസിനസ് അവസരം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ആരാന്ന് തെളിയിക്കാം. ഇനി ഞാൻ ഇന്ന് ഇവിടുന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയ വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ അച്ചീവ്മെന്റ് കൊണ്ടല്ല, ആ ആവേശത്തിന്റെ പുറത്തല്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഈ വരാൻ വേണ്ടി പോകുന്ന ഹാപ്പി ജാമിന്റെ പരസ്യത്തിൽ ജാമിന്റെ മുകളിൽ കൈവച്ചൊരു കുട്ടി പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാറ്. അതുപോലെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഈ കൊയിലാണ്ടി കടപ്പുറത്തുള്ള വല്ലീസ് എന്ന് പറയുന്ന വ്യക്തി ആരായി മാറുന്ന നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരിയാണ് കാരണമായി മാറും. അതെന്താണോ ഈ പറയുന്നത് പോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കനലൊരു തരി വേണം പ്രിയ സുഹൃത്തുക്കളെ, കനലൊരു തരി വേണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, നിറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട്, മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പിന്നോക്കാവസ്ഥയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പിറകോട്ട് സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സുഹൃത്ത് വലയത്തിൽ നിന്നോ ആരെങ്കിലും നിങ്ങളെ പിറകോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ സധൈര്യം മുന്നോട്ട് കയറി വരാൻ കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു അവസരമാണ് പ്രിയ സുഹൃത്തുക്കളെ. ചങ്കുറപ്പോട് കൂടി ഏറ്റെടുക്കുക. അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണത്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ലീഡേഴ്സിന്റെ ഇവിടെ പ്രിയ സുഹൃത്തുക്കളെ, അതിന് സാക്ഷി നിർത്തിക്കൊണ്ട ഏതെങ്കിലും
ഇവിടെ നമ്മൾ ബോംബെയിലോ മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടതല്ല പറയുന്നത്. സാറേ നിങ്ങളൊന്ന് നോക്കാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊയിലാണ്ടി കടപ്പുറത്ത് തേരാപാര നടന്നിരുന്ന ഒരു വ്യക്തിയാ. ഇന്നിപ്പോ ഇതുപോലെ AC ഹാളുകളിലും എന്നെക്കാളും നല്ല കഴിവും സാമർത്ഥ്യമുള്ള സാറിന്റെ പേരെന്താ സാറേ? സാറിന്റെ പേരെന്താ? നൗഷാദ്. എന്താ ചെയ്യുന്നത്? ഓക്കെ, നല്ല കഴിവുള്ള ആളുകൾ. സാർ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഓക്കെ, നല്ല കഴിവുള്ള ആളുകൾ, നല്ലൊരു കൈയടി കൊടുക്കാൻ നൗഷാദ് സാറിന് നല്ലൊരു കൈയടി കൊടുക്കാൻ. നല്ല ആത്മാർത്ഥമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്കല്ല പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളോട് ഞാൻ പറയുന്നത്, ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്റെ ഉള്ളിലുണ്ടാകുന്ന ആ പറയുന്ന വാക്കിന്റെ അകത്തുള്ള ആന്തരിക അർത്ഥങ്ങൾ, ഈ അർത്ഥങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ആർക്കും വിജയിച്ച് കയറാൻ പറ്റുന്ന മേഖല. സാറേ സമയമായോ? സമയമായോ? അപ്പൊ അതുകൊണ്ട് ഏകദേശം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ് അവസരത്തെ നമ്മൾ അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നമ്മൾ ഈ വരുന്ന തലമുറയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ ചില മീറ്റിങ്ങുകൾ പോയാൽ പറയുന്ന കാര്യങ്ങൾ അതാ എപ്പോഴും പറയുന്നത്. ഇതുപോലെ പറയുന്ന 6 വരി പാത വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ മീറ്റിങ്ങിന് വന്നത് എന്റെ സ്വന്തം കാറിലാണ്. അതാണ് പ്രിയ സുഹൃത്തുക്കളെ, ഇനിയിപ്പം വരുന്ന ഈ പറയുന്ന നവംബർ 1-ാം തീയതി ഒരു പുതിയ കാലത്തിൽ ഞാൻ വീണ്ടും ഇതിലേ വരും. ഈ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മോഹൻലാലിനെ നോക്ക്, ഒരു സാധാരണ സൈക്കിളിന്റെ മുകളിൽ മനസ്സ് വെക്കാത്ത, അല്ലെ സൈക്കിൾ വാങ്ങാൻ പോലും ചിന്തിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ പറയുന്ന ലക്ഷറി കാറിലൊക്കെ നമ്മൾ ഈ പറയുന്ന 6 വരി പാത മോഹൻലാലിന്റെ കാലത്ത് മാതിരിയാ. ഈ പറയുന്ന 6 വരി പാത വളവൊക്കെ പോകുന്ന സമയത്ത് മറ്റത് L ടൈപ്പിലല്ല, L ഷേപ്പിലല്ല വളവ് വരുന്നത്. ഇവിടെ വരുന്നത് പതുക്കെ ഇങ്ങനെ ചരിഞ്ഞ് വരുന്നതാ. അന്നൊക്കെ നല്ല AC ഇട്ടിട്ട് നല്ല ദാസേട്ടന്റെ അടിപൊളി യുഗ്മഗാനം കേട്ടിട്ട് നമ്മൾ സൈഡിൽ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാറിൽ ഇങ്ങനെ അതൊന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നത്, ആ കാറിൽ കയറിയ സമയത്ത് സാറേ, ആ കാറിൽ കയറിയ സമയത്ത് തന്നെ സാറിന്റെ പേരെന്താ സാറേ? അവൻ നല്ലൊരു ലീഡർ ആയിട്ടുണ്ടോ അല്ലെ ലീഡർ ആയിയോ? എന്താ സതി ആയിട്ട് അടിപൊളി. അതാണ് നോക്ക്, അതൊക്കെ പറയുന്ന കാറിലൊക്കെ നമ്മൾ നോക്ക്, ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കാറിൽ കയറ്റിയിട്ട് നല്ല ഹാപ്പി മൂഡിൽ, ഞാൻ എപ്പോഴും പറയുന്ന വാക്കല്ല, ആ ഒരു ഹാപ്പിനെസ് അത് നമ്മൾ ആസ്വദിക്കണം പ്രിയ സുഹൃത്തുക്കളെ. അത് ആസ്വദിക്കണമെങ്കിൽ പല ഘടകങ്ങൾ ഒത്തുചേർന്നതുണ്ട്. നമ്മളെ മനസ്സൊക്കെ ഒന്ന് വിശാലമാകണം, ആ ഹാപ്പിനെസ് വരാം. അതുപോലെ നമ്മുടെ ശരീരം അതിനനുസരിച്ച് നമ്മുടെ ശരീരം നമ്മളെ കൂടുതൽ നിൽക്കണം. അതിന് ശരീരം നിൽക്കാനുള്ള ആവശ്യം പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ അലോപ്പതി ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചൂടാകുക ചെയ്യാം, ഹീറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ഒരു വരൾച്ച വരും, നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ ആയുർവേദാകുന്ന സമയത്ത്, ആ ആയുർവേദം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരമൊക്കെ നല്ല കൂളാവും. ആ കൂളിന്റെ അകത്ത് നമുക്കൊരു ഹാപ്പിനെസ് വരാനുണ്ട്. ആ ഹാപ്പിനെസ് ഒക്കെ ആസ്വദിക്കണം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ പറയുന്നുണ്ട് ഈ മദ്യം അടിച്ചാലേ അല്ലെങ്കിൽ മറ്റേ മയക്കുമരുന്ന് അടിച്ചാലേ ഹാപ്പിനെസ് ഉണ്ട്, അത് വെറുതെ പറയുന്ന, അതൊക്കെ നമ്മളെല്ലാം ബാക്കി കളയും. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് നമ്മളറിയാതെ നമ്മളെ ഒരു നിലാവ് പോലെ അല്ലെങ്കിൽ നറുതിരി പോലെ ഇതിങ്ങനെ കത്തുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഹോട്ടലുകൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ഇവിടെ ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ കിട്ടുന്ന ആ ഒരു ആസ്വാദനം നമുക്ക് ഈ ബിസിനസ്സിനോട് കിട്ടും പ്രിയ സുഹൃത്തുക്കളെ. അതിന് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കൂടുതലായിട്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഒഴുകുന്ന പുഴ പോലെ, ആ പുഴയുടെ കൂടെ നമ്മൾ അങ്ങ് ഒഴുകി കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഇതിന് എക്സ്ട്രാ വേറെ ഒന്നും കാണുന്നു വേണ്ട. എക്സ്ട്രാ വലിയ നല്ല കഴിവുള്ള ഒരാളായി മാറണമെന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയുന്നത് കേട്ടു എന്നുള്ളതല്ലാതെ ഇതിന്റെ അകത്തുള്ള സത്ത ഉൾക്കൊണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഉൾക്കൊണ്ട ആളുകൾ ഒന്ന് നല്ലൊരു കൈയടി. മധുസാറ് പറഞ്ഞു, സാറേ ഞാനിപ്പോ അവിടെ വന്നിട്ട് എന്താ പറയാ, മധുസാർ എന്നിങ്ങനെ വിളിക്കലുണ്ട്. ഇവിടെ വന്നിട്ട് സാറേ ഒന്ന് സാറിന്റെ എക്സ്പീരിയൻസ് പറയും സാറേ, കുറച്ച് കാര്യങ്ങളെല്ലാം പറയും സാറേ. ഞാൻ പറയാം സാറേ എനിക്ക് അങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നും അറിയുന്നില്ല, എനിക്കിങ്ങനെ ട്രെയിനിങ് എടുക്കാനൊന്നും അത്ര പരിചയമൊന്നുമില്ല. ഈ സ്ലൈഡ് കണ്ട് തിരിച്ചിങ്ങോട്ട് നോക്കിയാൽ അതെന്താ കണ്ടതെന്ന് വാങ്ങാൻ പറഞ്ഞില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് സ്ലൈഡ് പറയാനാ? അപ്പൊ പക്ഷെ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു സമയം ആയതുകൊണ്ട് ഇവിടെ ഞാൻ വരും, വന്ന് നിങ്ങളെ ടിക്കറ്റ് എടുപ്പിച്ചിട്ട് ഞാൻ കേൾക്കാം. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടും ഹാപ്പിയോടും കൂടി നിങ്ങൾ ആരെയാണോ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, ആ കൊണ്ടുവന്ന ആളുകളോട് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ഒരു 5,000 10,000 നമ്മളെ കയ്യിൽ നോക്ക്, 10, 20, 25,000 രൂപയുടെ മൊബൈലാണ് നമ്മുടെ കയ്യിലുള്ളത്. അല്ലെ, എല്ലാവരുടെ കയ്യിലുണ്ട്. 10,000-ന്റെ മുകളിലുള്ള മൊബൈലാണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒന്ന് കരുതുക.
ഇപ്പൊ ആരാണോ പുതിയ ആൾക്കാർ വന്നിട്ടുള്ളത് ഒരു സംഖ്യ കൊടുക്കുക, അതിന് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ വെറുതെ കൊടുത്തിട്ട് അങ്ങ് പോവുകയും ചെയ്യരുത്. അയാളെ ഇടത് കൈ കൊണ്ട് പിടിക്കുക, അയാളെ കൈ, എന്നിട്ട് വലത് കൈയിലേക്കൊക്കെ പൈസ കൊടുക്കുക, നമ്മളെ വലത് കൈ കൊണ്ട്. എന്നിട്ട് പറയാ, സാറേ ഞാൻ ഉണ്ടായിട്ട് തരുന്നതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു രാകേഷ്, ഞാൻ ഈ 7000 അണ്ണാച്ചി തമിഴിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് കൊടുക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞത്, ഞാൻ സാറേ ഇത് ഉണ്ടായിട്ട് തരുന്നതല്ല, നിങ്ങൾ എൻ്റെ കൂട്ടത്തിലുണ്ടാവണം. അയാൾ അതുപോലെ എൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയട്ടെ, അയാൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയി, മരിച്ചതല്ല. അയാൾക്ക് ഇതെന്തോ ഒരു ഇത് ഈ തിന്നാനൊരു യോഗമാണല്ലേ, തിന്നാനൊരു യോഗമാണല്ലേ. ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇതിന്റെ ആരെങ്കിലും അങ്ങനെ അതുപോലെ മതിയായി പണ്ടാണെങ്കിൽ എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുഖത്ത് നോക്കി ആണയിടുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ വരുന്ന നവംബർ 1-ാം തീയതി 22 ലക്ഷം റുപ്യന്റെ ഈ പറയുന്ന മഹീന്ദ്ര G6 എന്ന് പറയുന്ന വണ്ടി ഇറക്കിയിട്ട് കൊയിലാണ്ടി ടൗണിൽ വന്നിട്ട് ആ കാറ് നിർത്തി ഞാനൊരു കൂളിംഗ് ഗ്ലാസ് പുതിയത് എന്തായാലും ഓൺലൈനിൽ വാങ്ങിപ്പിക്കില്ല, അത് വാങ്ങിയിട്ട് പുറത്ത് കാണാൻ പോണെങ്കിലും പറ്റില്ല. ഞാനതിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ആ പാവം മനുഷ്യൻ ഇത് കാണാൻ ഉണ്ടാവരുത്, ഉണ്ടെങ്കിൽ അയാൾ ബോധം കിട്ടങ്ങ് വീട് പോകും. കാരണം എന്നെ വഴി കാണിച്ചു തന്ന ആളാണ്, പക്ഷെ അയാൾ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. അയാൾക്ക് ടൈലിന്റെ മേസ്തിരിയില്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് അതാണ് എന്നുള്ള തോന്നൽ വന്നു. ഇതിലൂടെ കുറച്ച് കഷ്ടപ്പെടണല്ലേ, കുറച്ച് കളിക്കണല്ലേ. കഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടവർ ആരാണുള്ളത്? പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഈ ഒരു പ്രായം വരെ വളർത്തിയത് നമ്മളെ രക്ഷിതാക്കൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ പ്രിയ സുഹൃത്തുക്കളെ? അവിടെയാണ് അവർ കഷ്ടപ്പെട്ട രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു, നമ്മൾ കഷ്ടപ്പെട്ട രീതിക്ക് വ്യത്യാസമുണ്ട്. ഇത് ഇനി വരാൻ വേണ്ടി പോകുന്ന കാലഘട്ടത്തിൻ്റെതാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധാലുവായിക്കൊണ്ട് നിങ്ങളെ ലീഡേഴ്സ് ഇവിടെ നടക്കുന്ന ഈ ഒരു മീറ്റിംഗ് ഇത് നിങ്ങൾ അഭിമാനത്തോടു കൂടി കൊണ്ട് നടക്കണം. കാരണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടു എന്നുള്ളതല്ല, നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നു എന്നുള്ളതല്ല, നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരേ പാത മുഴുകാൻ വേണ്ടി നിരവധി വ്യക്തികൾ നമുക്ക് പിന്നിൽ നിൽക്കുന്നുണ്ട്. അവരൊക്കെ വന്ന് അതിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ അങ്ങനെ പറയാറില്ലേ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരത്തിന് സുഖത്തിനായി വരണം എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ഈ ഒരു അറിവിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളൊപ്പം ആയിരക്കണക്കിന് ആളുകൾ ഇതിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. ആ വന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുത്തൻ ദിശാബോധം നൽകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മീറ്റിംഗ് സെന്റർ ഇവിടെ നിലനിൽക്കണം. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും വരിക, എല്ലാവരും വരിക. ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുക. എന്തിന് പ്രയോറിറ്റി കൊടുക്കണം? കല്യാണം, വീട്ടുകൂടല്, കളവാണം എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജനിച്ചപ്പോഴേ കാണുന്നുണ്ട്, കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഇതിൽ പിന്നീട് കിട്ടാൻ വേണ്ടി പോകുന്ന കുറെ കാര്യങ്ങൾ വേറെയും കിടക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് സ്നേഹിക്കുക. ഇന്ന് ഇവിടുന്ന് ശ്രീലക്ഷ്മി കടം അടിപൊളിയായിട്ട് ഇന്ന് MC കൈകാര്യം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ BOP പറഞ്ഞിട്ടുള്ള സാറിന്റെ പേര് ഹാഷ്മി കുമാർ ഉണ്ടോ സാറ്? ബാത്റൂമിലേക്ക് പോയിട്ടോ. അപ്പൊ എന്തായാലും ശരി, ആ സാറ് വളരെ വ്യക്തമായ രീതിയിൽ എല്ലാവർക്കും ബാത്റൂം പോലെ കൂടുതൽ തണുപ്പ് കൂടുതലായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. അതിപ്പോ ഇട്ടോ ഇല്ലോ എന്നുള്ളതല്ല വിഷയം, പക്ഷെ അത് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ എവിടുന്നെങ്കിലും നിങ്ങൾ ഞാൻ വാങ്ങിയതുപോലെ ഏതെങ്കിലും ഒരു തമിഴൻ്റെ അടുത്തുനിന്നോ ആരെന്തെങ്കിലും അടുത്ത് ബ്ലേഡിന് വാങ്ങിട്ടോ വട്ടിപ്പലിച്ചൊക്കെ വാങ്ങിട്ടോ അങ്ങനെ ബിസിനസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞേച്ചി പൈസ കൊടുക്കുമ്പോ അയ്യോ എന്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ? അതാണ് നമ്മള് ഭർത്താവിന്റെ അടുത്ത് പറയുന്ന അതുപോലെ അതെന്നെ ഉദ്ദേശം. രണ്ടായിട്ട് വരുന്നതല്ല, ഈ ബിസിനസ്സിലൂടെ എന്തെങ്കിലും വരുമാനം കിട്ടും. സത്യം അത് അല്ലേ, വേറൊന്നുമില്ല, സത്യം അത്. എല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് അങ്ങനെ കാണാം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ഇത്രയും നേരം ദൈവമേ, ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. ഈ ഇത്രയും